24 ഏകാദശി വ്രതങ്ങളും അനുഷ്ഠിക്കുന്ന കുന്തിദേവിയെപ്പോലെയും ദ്രൗപദിയെപ്പോലെയും മറ്റ് 4 പാണ്ഡവന്മാരെപ്പോലെയും തനിക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കണമെന്ന് വിശപ്പ് സഹിക്കാൻ വയ്യാത്ത ഭീമസേനനും തോന്നി. അങ്ങനെ അദ്ദേഹം തൻ്റെ മുതുമുത്തച്ഛനായ വേദവ്യാസ മഹർഷിയുടെ അടുക്കൽ തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ യുധിഷ്ഠിരനോടൊപ്പം ചെല്ലുകയും അദ്ദേഹത്തോട് തൻ്റെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. തൻ്റെ ഉള്ളിലെ വിശപ്പ് ഒരു അഗ്നി പോലെയാണെന്നും തനിക്ക് വിശപ്പടക്കാൻ സാധിക്കുകയില്ലെന്നും പക്ഷേ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ അതിയായ ആഗ്രഹമുണ്ടെന്നും പറയുകയും ചെയ്തു. ഇത് കേട്ട വ്യാസമഹർഷി പുഞ്ചിരിക്കുകയും വിശപ്പ് അടക്കാൻ കഴിയാത്ത ആൾ എങ്ങനെയാണ് ഏകാദശി വ്രതം നോൽക്കുക എന്നും തിരിച്ചു ചോദിച്ചു. പക്ഷേ ഭീമസേനന് തൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും സാധിപ്പിച്ചു തരണമെന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു. അപ്രകാരം വ്യാസമഹർഷി ജ്യേഷ്ഠമാസത്തിലെ നിർജ്ജല ഏകാദശി വ്രതം വിധിയാവണ്ണം അനുഷ്ഠിക്കുവാൻ ഭീമസേനനോട് പറയുകയും ചെയ്തു. ജലം പോലും കുടിക്കാതെ ഈ ഒരു ഏകാദശി വ്രതം മാത്രം അനുഷ്ഠിച്ചാൽ മതി, 24 ഏകാദശികളും അനുഷ്ഠിച്ച ഫലം ലഭ്യമാകുമെന്നും ഭീമസേനനോട് പറഞ്ഞു. അപ്രകാരം ഭീമസേനനും മറ്റ് പാണ്ഡവന്മാരും കുന്തിദേവിയും ദ്രൗപദിയും ഒരുമിച്ച് നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും മോക്ഷപ്രാപ്തി നേടുകയും ചെയ്തു. ഇന്നേ ദിവസം കഴിയുന്നത്ര ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ്. വിഷ്ണു ഗായത്രി, അഷ്ടാക്ഷര മന്ത്രം, ദ്വാദശാക്ഷര മന്ത്രം എന്നിവ കഴിയാവുന്നത്ര ജപിക്കുക. മാത്രമല്ല അന്നദാനം ചെയ്യുന്നതും പ്രത്യേകിച്ച് ജലം ദാനം ചെയ്യുന്നത് ഉത്തമ ഫലം നൽകും. ഏവർക്കും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർജ്ജല ഏകാദശി ആശംസകൾ നേരുന്നു. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ.